രാഹുൽ, തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇതെന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ഈ വീഡിയോസൊക്കെ ട്രോളുകളായും മീമുകളായും ഒക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. LKG പിള്ളേരാണോ പെൻസിലെടുത്തു കട്ടെടുത്തു എന്ന് പറഞ്ഞ് വഴക്കാണോ എന്ന് ചോദിക്കുന്നവരുണ്ട്. പക്ഷെ അതിൽ രാഷ്ട്രീയപരമായി ഇവരെ തന്നാണ് കാണിക്കുന്നതെന്ന് ചോദിക്കുന്നവരുമുണ്ട്. ശരിക്കും എന്താണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? പുതിയൊരു അവതാര പിറവികളുടെ രാജകുമാരന്റെ വരവായിരുന്നു ചെമ്പഴന്തി കുതിരൻ. വളരെ രസകരമായിട്ടാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ നോക്കിക്കഴിഞ്ഞാൽ സുഗതനെ അറിയാമോ, ഞങ്ങളുടെ സുഗതനെ അറിയാമോ എന്നുള്ള രീതിയിലായിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷൻ എല്ലാവരും. ഞങ്ങളുടെ സുഗതൻ പാവമാണ്, ഞങ്ങളുടെ സുഗതൻ അങ്ങനൊന്നും ചെയ്യത്തില്ല. ആ ഒരു സംസാര ശൈലിയിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു നിലപാടിൽ നിന്നും അവര് സുഗതനെ സംരക്ഷിക്കണമല്ലോ. ആകെപ്പാടെ 51 ആളുകളുമായിട്ടാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചത്. അതിൽ ഒരാള് വരാതിരുന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ജയിലിൽ കിടക്കുന്ന ഒരാൾ വരാതിരുന്നു കഴിഞ്ഞാൽ അയാൾ അയോഗ്യനായി പോകും. ഇപ്പോൾ ഇന്നലെ അവിടെ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശബരിനാഥന്റെ ഓറ ഇന്നലെ ഒരു +1000 കൂടി എന്ന് വേണമെങ്കിൽ അല്ല, ഇതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ശബരിനാഥനെ പറ്റി നമുക്കറിയാം. അദ്ദേഹം നല്ല ശരീരമുള്ള ഒരാളാണ്. അപ്പോൾ വലിയ സംഘർഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒറ്റ കയ്യിൽ നിർത്തിയേക്കുവാണ്. അപ്പുറത്തിരുന്നുകൊണ്ട് BJPയുടെ മുഴുവൻ ആളുകളും വന്ന് തെള്ളുവാണ്. ശബരിനാഥൻ ഒറ്റ കയ്യിൽ നിൽക്കുകയാണ് മുഴുവൻ ആളുകളും. അപ്പോൾ നമുക്കറിയാം ശബരിനാഥ് ഒന്ന് വിരിഞ്ഞു കഴിഞ്ഞാല് 10 പേരെ തെള്ളിയിടാനുള്ള ഇതുണ്ട്. പക്ഷെ അദ്ദേഹം മാന്യമായിട്ടാണ് ഇന്നലെ നേരിട്ടത് എന്ന് വേണമെങ്കിൽ പറയാം. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ നിലപാടുകൾ മാധ്യമങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് അദ്ദേഹം കൃത്യമായിട്ട് BJP എന്താണോ അവിടെ ഉദ്ദേശിച്ചതായി അത് എക്സ്പോസ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നത് കറക്റ്റ് കാര്യമാണ്. കാരണം ഇന്നലെ അവിടെ നടന്നത് അറ്റൻഡൻസ് ഷീറ്റ്, അതായത് അറ്റൻഡൻസ് ബുക്ക്, അത് കോൺഗ്രസ്സുകാർക്ക് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമായിരുന്നു നടന്നത്. ഇതിനു മുമ്പിട്ട് നമ്മൾ ചർച്ച ചെയ്ത വിഷയമാണ് ഈ സുഗതൻ ഇപ്പോ കൗൺസിലറായിട്ട് പിന്നെ ആ വഴിക്ക് വന്നിട്ടേ ഇല്ല. കൗൺസിലറായിട്ട് ഈ പറഞ്ഞ സത്യപ്രതിജ്ഞ അയ്യപ്പന്റെയും മറ്റ് പല ഈ പറഞ്ഞ ബലിദാനികളുടെ പേരിലൊക്കെ സത്യപ്രതിജ്ഞ ചെയ്ത് 20 പേരുടെ സത്യപ്രതിജ്ഞ റദ്ദ് ചെയ്യപ്പെട്ടല്ലോ. അതിലൊന്നായിരുന്നു സുഗതൻ. അപ്പോൾ സുഗതന് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ അദ്ദേഹം അയോഗ്യരാണ്. അപ്പോൾ ഈ ഒരു വ്യക്തിയെ അദ്ദേഹം ഒന്ന് ആലോചിച്ച് നോക്കണം. അത്രയും സീരിയസ് ആയിട്ടുള്ളൊരു വകുപ്പ് ചുമത്തപ്പെട്ട് ജയിലിൽ കിടക്കുന്ന ഒരാളെ ഒരു പാർട്ടി ഒന്നടങ്കം നിന്നങ്ങ് ഡിഫെൻഡ് ചെയ്യാണ്. ഞങ്ങളുടെ സുഗത ചെയ്യത്തില്ല, ഇങ്ങനെ പോലീസ് മനഃപൂർവ്വം കുടുക്കിയതാണ്. ഒരു കൗൺസിലറിനെ കുടുക്കിയിട്ട് ഇവിടുത്തെ പോലീസിന് എന്ത് കിട്ടാനാണ്? അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള കടിപിടി കൂടെ ഇന്നലത്തെ വിഷ്വൽസിലെല്ലാം നമ്മുടെ മേയറായിരിക്കുന്ന VV രാജേഷ് കേസ് നമ്പർ 1, 2, 3, 4, 5, 300, 400 ഇതെല്ലാം തള്ളപ്പെട്ടു. എന്തൊരു തിടുക്കമാണ് ആ യോഗം ഒന്ന് തീർക്കാനായിട്ട്. എന്ത് വന്നാലും സുഗതനെ പ്രൊട്ടക്ട് ചെയ്യാം. പിന്നെ എനിക്ക് തോന്നുന്നു ഇത് സുഗതനോടുള്ള സ്നേഹമൊന്നുമല്ല. സുഗതൻ പോയി കഴിഞ്ഞു, സുഗതനല്ലേ എക്സോറോയി ആരവിടെ നിന്ന് പോയാലും ഈ ഭരണസമിതി പൊളിഞ്ഞു താഴെ പോകും. ഇനി ഓപ്പോസിറ്റ് നിൽക്കുന്ന UDF LDF കൈകോർത്താൽ ഈ പറഞ്ഞ കേരളത്തിൽ ആദ്യമായി കിട്ടിയ നമ്മുടെ BJP മുനിസിപ്പൽ കോർപ്പറേഷൻ കയ്യിൽ നിന്ന് പോകുന്ന അവസ്ഥയും ഉണ്ടാവും. അപ്പൊ സ്വാഭാവികമായിട്ട് ആ ഒരു സർവൈവൽ ആണല്ലോ. പിന്നെ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കണം. അങ്ങനെയാണ് പുതിയൊരു താരോദയം ഉണ്ടാകുന്നത്. ചെമ്പഴന്തി ഉദയൻ അദ്ദേഹം ഉദയം ചെയ്ത് വരുന്നൊരു സമയമായിരുന്നു. ഉദയം ചെയ്ത് വന്നപ്പോ തന്നെ തലക്കടിച്ച് അവിടെ ഇരുത്തി. അല്ല, അപ്പുറത്തേത് ഇവര് വെല്ലുവിളിക്കുന്നുണ്ട്. നിനക്ക് അടിക്കറിയാവടാ, നീ വന്ന് അടിച്ചു നോക്കടാ, നീ പെണ്ണുങ്ങൾ അടിക്കാറില്ലടാ, രാവിലെ വേറൊരു സാരമുണ്ട്. നമ്മുടെ മുട്ടട കൗൺസിലറായിരുന്ന വൈഷ്ണയോട് മാധ്യമങ്ങൾ സംസാരിക്കുകയാണ്. അപ്പൊ വെള്ളം കോരി ഒഴിച്ചതിനെ പറ്റി ചോദിക്കുമ്പോൾ വൈഷ്ണയോട് മാധ്യമപ്രവർത്തകൻ ചോദിക്കുകയാണ്, ചെമ്പഴന്തി ഉദയനാണോ വെള്ളം ഒഴിച്ചത്? വൈഷ്ണ ചെമ്പഴന്തി ഉദയനല്ല. പുള്ളിക്ക് കിട്ടിയ ഇതുവരെ അദ്ദേഹത്തിന്റെ പേര് അങ്ങനെ കാര്യമായി കേൾക്കുകയോ അല്ലെങ്കിൽ പൊതുജനം മുഴുവൻ അറിയുന്ന രീതിയിൽ ചെമ്പഴന്തി ഉദയനെ ആർക്കും അറിയില്ല. ഇപ്പൊ അറിയുന്നുണ്ട്, കേരളം മുഴുവൻ അറിയാം. പുതിയൊരു താരോദയം ചെമ്പഴന്തി ഉദയൻ. അതെ. ഇപ്പൊ തിരുവനന്തപുരം കോർപ്പറേഷൻ വീണ്ടും ഞാൻ കഴിഞ്ഞ ദിവസം ഈ സംഭവം നടക്കുമ്പോൾ ഞാൻ ഫോണോ മാധ്യമങ്ങളോ അല്ലെങ്കിൽ TV ഒന്നും കാണാതെ കുറച്ചു നേരം ഇരിക്കുകയായിരുന്നു. വേറൊരു ആവശ്യത്തിൽ ഇരിക്കുകയായിരുന്നു. ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് ഇങ്ങനെ Instagram തുറക്കുന്നതും ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? 2 മണിക്കൂർ മുമ്പ് യുദ്ധക്കളമായി മാറിയിരിക്കുകയാണ്. ഞാൻ ആദ്യം കാണുന്ന വിഷ്വൽസ് UDFന്റെ വനിതാ MLA മാര് വീൽ ചെയറിൽ വന്നിറങ്ങുന്ന സീനാണ്. അപ്പൊ ഞാൻ ഓർത്തു, ഇതിന് പഴയതാണോ, എന്താണ് സംഭവിച്ചത്? ഇനി സമരത്തിൽ വല്ലതും പോയോ ഇവര്? അങ്ങനെ നോക്കി വരുമ്പോഴാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ യുദ്ധക്കളം.
വി രാജേഷ് ബഹളം ഉണ്ടാക്കുന്നു. ശബരിനാഥന്റെ ഓറ എന്ന് പറഞ്ഞ് പറയണ്ട, എന്തൊക്കെയാ പറയുന്നത്. ഇപ്പൊ ഈ പരിപാടിയൊക്കെ അങ്ങ് വീട്ടിൽ പോയി കാണിച്ചാൽ മതി, ഇവിടെ പരിപാടി നടക്കുന്നില്ല. അല്ലെ, എനിക്കിതിനകത്ത് ഞാൻ നേരത്തെ ആഗ്രഹിച്ചിരുന്നു. അന്നത്തെ ദിവസം രാവിലെ ഞാൻ ഫോണിങ്ങനെ നോക്കുന്ന സമയത്താണ്, മീഡിയ വണിലോ വേറെ ഏതോ ചാനലിലാണ്, അപ്പോൾ വിദേശ രാജ്യത്ത് ഏതോ യൂറോപ്യൻ കൺട്രിയിൽ നിയമസഭയിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയടി, ഭയങ്കര അടി. ഞാൻ എൻ്റെ കമന്റുകളൊക്കെ എടുത്ത് വായിച്ചു നോക്കുമ്പോൾ ശിവൻകുട്ടിമാർ തമ്മിൽ തല്ലുന്നു, ഇതാ മറ്റൊരു ശിവൻകുട്ടി, നിങ്ങൾ കേരളത്തിൽ ഉണ്ടാവേണ്ടവരായിരുന്നു. അപ്പൊ അങ്ങനെ കുറെ കമന്റുകൾ. ഞാൻ വിചാരിച്ചു കുറെ നാളായല്ലോ കേരളത്തിൽ ഇത്തരത്തിൽ കുറച്ച് സംഘർഷങ്ങൾ കണ്ടിട്ട്. ആകെ കണ്ടത് പുളിക്കൽ കണ്ടതിൽ എന്തെങ്കിലും വിഷയം ഉണ്ടാവുന്നായിരുന്നു, പക്ഷെ അവിടെ വലിയ രീതിയിലൊന്നും നടന്നില്ല. അപ്പൊ കുറെ നാളുകളായി കേരളത്തിൽ ഡ്രാമയില്ലായിരുന്നു, ഇങ്ങനെ വലിയ ഡ്രാമാറ്റിക് ആയിട്ടുള്ള അടികളോ കാര്യങ്ങളോ ഒന്നും കണ്ടില്ല. അപ്പോൾ കുറച്ച് കഴിഞ്ഞോട്ട് ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എന്താണ്, ഇതാ ഞാൻ ആദ്യം കാണുന്ന, ഞാൻ അടി നടന്ന് കണ്ടതേ ഇല്ല. പിന്നെ ഏതാ കോളറൊക്കെ ഇട്ട് വരുന്ന ഒരാൾ വന്ന സമയത്താണ് ഞാൻ പിന്നെ വീണ്ടും ഇതെടുത്ത് വെച്ച് നോക്കുന്നത്. അപ്പോ തുരുതുര അടി, എവിടെ നോക്കിയാലും അടി, അങ്ങോട്ട് അടിക്കുന്നു ഇങ്ങോട്ട് അടിക്കുന്നു, അവിടെ വെള്ളം കോരി ഒഴിക്കുന്നു, അപ്പുറത്ത് വെള്ളം ഒഴിക്കുന്നു. ജോക്സ് അപ്പാർട്ട്, ഒരാളുടെ അറ്റൻഡൻസ് രേഖപ്പെടുത്താതിരിക്കാൻ അല്ലെങ്കിൽ ഒരാളുടെ അറ്റൻഡൻസ് ബുക്ക് പ്രതിപക്ഷം കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു സ്പേസിൽ പോയി ഇത്രയും പ്രശ്നം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എന്ത് ഗുരുതരമായ സിറ്റുവേഷൻ ആണെന്ന് ആലോചിച്ചത്. പറയുമ്പോൾ ചിരി വരും. ഭരണം താഴെ പോകുന്ന ഒരു അവസ്ഥയില്ലേ, എല്ലാം നിലനിൽപ്പല്ലേ. ഇപ്പൊ BJP സംബന്ധിച്ച് BJP കഷ്ടപ്പെട്ടിട്ടാണ് അവിടെ സംഘടനാ സംവിധാനം ഉണ്ടാക്കി അവിടെ വിജയിച്ച് കയറി വന്നത്. അപ്പോൾ അങ്ങനെ വിജയിച്ച് കയറി വന്നപ്പോൾ 51 ആളുകളാണ്, 101 അംഗങ്ങളാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ മൊത്തത്തിലുള്ള അംഗങ്ങൾ എന്ന് പറയുന്നത്. ആകെ 51 അംഗങ്ങൾ BJPക്കുണ്ട്. അതിനകത്തുനിന്ന് ഒരാൾ ജയിലിൽ പോയി, ഒരാൾ സ്വതന്ത്രനാണ്. അപ്പോൾ ഇവരെ വെച്ചുകൊണ്ട് എങ്ങനെ കൊണ്ടുപോകും? ഇപ്പുറത്ത് തലേ ദിവസം വലിയ വാർത്തയുണ്ടായിരുന്നു, ശബരിനാഥൻ CPM-ഉമായിട്ട് ചർച്ച ചെയ്യുന്നു, CPM കൈകോർക്കാൻ സാധ്യതയുണ്ട്. പിന്നെ വരുന്ന വാർത്ത CPM കൈകോർക്കത്തില്ല. അങ്ങനെ വലിയ വലിയ ചർച്ചകൾക്കൊടുവിൽ പിറ്റേ ദിവസം ഇവരെല്ലാവരും കൂടെ വന്നപ്പോഴത്തേക്കും എൻ്റെ അറ്റൻഡൻസ് ബുക്ക് കീത്താ, എനിക്ക് ഒപ്പിടണ്ടേ എന്ന് പറഞ്ഞിട്ട് അറ്റൻഡൻസ് ബുക്ക് കീറാനുള്ളൊരു ശ്രമം നടത്തി. മറ്റൊരു കാര്യമുണ്ട്, ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുത്തു എന്ന് പറഞ്ഞ് BJP വലിയ രീതിയിൽ ഇങ്ങനെ ഹൈപ്പിൽ നിൽക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു. അതങ്ങ് കഴിഞ്ഞു. ഇപ്പോൾ ഇത് ഫുള്ള് കോമഡി കണ്ടന്റ് ആയിട്ട് മാറുകയാണ്. ഈ കഴിഞ്ഞ ദിവസം 19 കൗൺസിലർമാർ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്ത വീഡിയോസ് ഒക്കെ കാണുമ്പോൾ അതിന് താഴത്തെ കമന്റ്സ് ഒക്കെ വായിക്കണം, എന്തൊക്കെയായിരുന്നു. ഇതിനകത്ത് നമ്മൾ അതൊക്കെ പറയുമ്പോഴും VV രാജേഷിന് ഇത് കൊണ്ടുപോകാനുള്ള കെൽപ്പുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം അദ്ദേഹത്തിൻ്റെ സംസാര ശൈലി എങ്ങനെയാണെങ്കിലും എത്ര വലിയ ആക്ഷേപങ്ങളാണ് വന്നത്. അപ്പോൾ എല്ലാം വന്നത് മാധ്യമങ്ങളുടെ മുന്നിലിരുന്ന് എങ്ങനെയെങ്കിലുമൊക്കെ അത് അടിച്ചിരുത്താനുള്ള ശേഷി VV രാജേഷിനുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം. കാരണം ഡിഫെൻഡ് ചെയ്യാനുള്ള ശേഷിയുണ്ട്, പക്ഷേ കോർപ്പറേഷൻ കൊണ്ടുപോകാനുള്ള ശേഷിയുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. ഇപ്പൊ ആദ്യഘട്ടത്തിൽ ഡിഫെൻഡ് ചെയ്യാനുള്ള ശേഷി വരാതിരിക്കുവോ? എന്തെല്ലാം കാര്യങ്ങളായിരുന്നു. 50 രൂപയ്ക്ക് പെട്രോൾ കൊണ്ടുവരും, ഞങ്ങള് എന്തെല്ലാം ഗ്യാസ് കുറ്റിക്കെതിരെ ഇവർ ഓരോ കാലത്തും ലക്ഷങ്ങൾ വരുമെന്ന് പറഞ്ഞ പാർട്ടിയുടെ അല്ല, ഇവര് കാലാകാലങ്ങളായിട്ട് നടത്തി വന്ന പ്രസംഗങ്ങൾ ഇത് കഴിഞ്ഞതിന് ശേഷം ഇവരോട് ചോദിക്കുമല്ലോ. അപ്പൊ അവര് പറയുന്ന എത്ര വർഷമായിട്ട് ഡിഫെൻഡ് ചെയ്തിട്ടാണ്, അതായത് ബീഫ് കഴിച്ചത് ഉള്ളിയാണ് എന്ന് വരെ അത് നമുക്കറിയത്തില്ല. പക്ഷെ അത്രയും ഡിഫെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളുടെ വിഷമം നമ്മൾ മനസ്സിലാക്കണം. അല്ല, എന്താണെങ്കിലും അത്രയും ഡിഫെൻഡ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ടീമാണ്. അപ്പൊ അവർക്ക് സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഡിഫെൻഡ് ചെയ്യാൻ കഴിയുന്നതാണ്.